ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിരിക്കുന്ന. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മുടെ ജോലികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പം ആദ്യത്തെ ഒരു ടിപ്പെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. മടി പിടിച്ച് കിടക്കാതെ രാവിലെ എണീറ്റ് നമ്മുടെ ജോലികൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ദിനു ജിമ്മിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരേ സമയത്ത് തന്നെ പല ജോലികൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീർക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവണം. തലേന്ന് തന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. പിറ്റേ ദിവസം നമ്മൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യാനുള്ളത്, കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ എന്തൊക്കെ റെസിപ്പീസാണ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ളത്, അതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ രാവിലെ തന്നെ നമ്മുടെ ജോലികൾ വളരെ ഈസി ആക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആ പരിപ്പ് ആദ്യമേ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടു. അപ്പോൾ നമ്മൾ ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്കും ആ പരിപ്പ് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ടൈം വേസ്റ്റ് ആവില്ല. പിന്നെ ഇതൊക്കെ ചെറിയ ടിപ്സാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് നമുക്കിവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് കുതിർക്കാൻ ഇട്ടിട്ടാണ് ബാക്കി കുക്കിംഗ് പരിപാടികളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഓരോന്നും കുക്ക് ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കുക്ക് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം എന്താണ് കുക്ക് ചെയ്യാനുള്ളത് അത് തലേന്ന് വൈകിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് സമയം ഒരു അരമണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ കുക്ക് ചെയ്യാനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഒരുപാട് ദിവസത്തേക്കുള്ളതല്ല, തലേന്ന് പിറ്റേ ദിവസത്തേക്കുള്ളത് മാത്രം നിങ്ങളിങ്ങനെ ഒന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾക്ക് ആ ഒരു സമയം ലാഭിക്കാം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. തെങ്ങ് ചിരണ്ടി ഫ്രീസറിൽ സൂക്ഷിക്കും. സിപ്ലോ കവറിലാക്കി വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ ഒരുപാട് ഇട വേണ്ടി വരില്ല. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ഓവനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 2 തേങ്ങയൊക്കെ ഒന്നിച്ച് ചിരണ്ടിയാണ് ഞാൻ സൂക്ഷിക്കാറുള്ളത് കേട്ടോ. അത് തീരുമ്പോൾ പിന്നെ അടുത്തത് 2 തേങ്ങ ചിരണ്ടി വെക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിപ്പം ക്യാബേജ് തോരന് വേണ്ടിയിട്ടുള്ളതൊന്ന് റെഡിയാക്കി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരൻ വെക്കാനായിട്ട് ക്യാബേജ് ഞാൻ തലേന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് കൊച്ചുള്ളി 3-4 കൊച്ചുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ സിമ്പിളായിട്ട് വെക്കുന്ന രീതിയാണ് കേട്ടോ പറയുന്നത്. ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും വെക്കുക. അതിൻ്റെ കൂടുതൽ കുറച്ച് ഇഞ്ചിയും കൂടെ കൊത്തിയൊന്ന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഞാൻ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്യാബേജ് തോരനകത്ത് ഇഞ്ചി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കൂടാതെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. അപ്പം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ ഇതെല്ലാം കൂടെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെച്ച് പിന്നെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഞാൻ അലക്കാനുള്ള തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുന്ന ടൈമിൽ തന്നെ വാഷിംഗ് മെഷീനിൽ തുണിയാണെങ്കിലും കഴിയും. അപ്പോൾ നമുക്ക് തുണി എടുത്ത് വിരിക്കാവുന്നതുമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ 2 പണി ഒരുമിച്ച് കഴിയും. കാരണം വാഷിംഗ് മെഷീൻ്റെ ജോലിയും ചെയ്യും, നമ്മൾ നമ്മുടെ ജോലിയും ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 3 അടുപ്പിൽ നമ്മൾ ഓരോരോ ഐറ്റംസ് വെച്ചേക്കാണ്. ഒരെണ്ണത്തിൽ ക്യാബേജ് തോരൻ, ഒരെണ്ണത്തിൽ നമ്മൾ റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അടുപ്പിലാണെങ്കിൽ സാമ്പാറിന് കുക്കറാണെങ്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ക്യാബേജ് തോരൻ വെക്കാനായിട്ട് ചട്ടി വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് കടുകും കൂടെ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ക്യാബേജ് തോരനൊക്കെ ആണെങ്കിൽ എളുപ്പം വെന്ത് വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കാരണം ചട്ടി ആയതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടിയെടുത്ത് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി കിട്ടും.
അപ്പോൾ ക്യാബേജ് തോരനും സാമ്പാറും ഒക്കെ റെഡിയാവുന്ന ടൈം കൊണ്ട് അതുവരെ ആയ പാത്രങ്ങളൊക്കെ ഒന്ന് ഞാൻ കഴുകി മാറ്റാമെന്ന് വിചാരിച്ചു. അന്നേരം തന്നെ കഴുകി മാറ്റുവാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് പാത്രം കഴുകാൻ മടിയുള്ളവരാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തോന്നാതെ നമുക്ക് കുറച്ച് പാത്രമല്ലേ ഉള്ളെന്ന് ഓർത്ത് അപ്പം തന്നെ കഴുകാം. സമയം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മടിയാകും. ഒരുപാട് പാത്രങ്ങൾ കാണുമ്പോഴത്തേക്കും പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോകും. ഇതാകുമ്പം പെട്ടെന്ന് തന്നെ കഴുകി മാറ്റാനും പറ്റും. നമ്മുടെ കിച്ചൺ ആണെങ്കിലും ക്ലീൻ ആയിട്ട് കിടക്കും, നമ്മുടെ പണിയും തീരും. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് വാർക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചോറ് വാർത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ക്യാബേജ് തോരനൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ സാമ്പാർ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോകണം. ആ പ്രഷർ പോകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട കൊച്ചുള്ളിയും വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ക്യാബേജ് തോരൻ ആ അടുപ്പിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ച്, കാരണം ഈ ഒരു അടുപ്പിൽ നമുക്ക് ഫ്ലെയിം ഭയങ്കരമായിട്ട് കുറവാണ് വരുന്നത്. അപ്പോൾ ഞാനത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തു ആണെങ്കിൽ ഉറക്കം എണീറ്റിട്ട് സോഫായെ വന്ന് കിടന്നിട്ടുണ്ട്. അതിപ്പോൾ സ്ഥിരം പരിപാടിയാണ്. അവൾ ഉറക്കം എണീറ്റിട്ട് ഇവിടെ വന്ന് കിടന്നൊന്ന് ഉറങ്ങും. അപ്പോഴേക്കും നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് തോരൻ ഞാൻ പറഞ്ഞില്ലേ അധികം വേവില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പം ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടുപ്പ് നമുക്ക് ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കൊച്ചുള്ളിയും വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ഒക്കെ ഒന്ന് വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഞാൻ സാമ്പാറിൽ ഇങ്ങനെ സെപ്പറേറ്റ് വഴറ്റിയാണ് കേട്ടോ ഇടാറ്. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞാണ്. അപ്പോൾ ഇതിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അവിടെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇതിപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും അങ്ങനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കത് എവിടെ ഇരിക്കുന്നതെന്ന് തപ്പി സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് എടുത്ത് നമുക്കത് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ നമുക്ക് കിച്ചണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് നൈഫ്, സ്പൂണ്, അതുപോലെ ഓയില്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എളുപ്പം എടുക്കാവുന്ന രീതിയിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പാത്തോനെ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ദോശ ചുടുകയാണ്. അപ്പോൾ ചെറിയ കുട്ടി ദോശകൾ വളരെ തിന്നായിട്ടാണ് ചുടുന്നത്. അപ്പോൾ നമുക്ക് നെയ് റോസ്റ്റ് പോലെ തന്നെ കൊടുത്തു വിടുന്നതാണ് ഇഷ്ടം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കാണിക്കാറുള്ള പോലെ ABCD 1 2 3 അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അത് നമ്മൾ കാരമൽ ദോശ പോലെ ഉണ്ടാക്കി കൊടുക്കും. ഇതിപ്പോൾ ജസ്റ്റ് നെയ് റോസ്റ്റ് പോലെ ചെറുതാക്കി ഒന്ന് ചുട്ട് കൊടുക്കുകയാണ്. അപ്പം ടിഫിൻ ബോക്സിൽ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്തോളും. അപ്പം അങ്ങനെ ദോശയൊക്കെ ചുട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പാറിൻ്റെ കൊച്ചുള്ളിയൊക്കെ വഴണ്ടി വന്ന് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയും പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞ് നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിലേക്ക് ഈ വഴറ്റിയിട്ടുള്ള ഈ ഒരു മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4-5 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു വെജിറ്റബിൾസിലേക്കൊക്കെ ഈ ഒരു മസാല പിടിച്ച് നമ്മുടെ സാമ്പാറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ എപ്പോഴും സാമ്പാർ പൊടി ചേർത്താണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാർ റെഡി ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ കടുകും കൂടെ വറുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ക്യാബേജ് തോരൻ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു, സാമ്പാറും റെഡിയായി. അപ്പം സാമ്പാർ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അപ്പം തന്നെ ഞാൻ ആ പാത്രം ഒന്ന് കുതിരാനായിട്ടിട്ടു. വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനായിട്ട് എളുപ്പം എന്ന് പറയുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5-6 മിനിറ്റൊക്കെ ഇങ്ങനെ കുതിർത്തിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ കഴുകാൻ വരുന്ന സമയത്ത് കുറേ സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ അത് കുതിർക്കാനായിട്ട് ഇട്ടിട്ട് ഞാൻ ചോറൊക്കെ ഒന്ന് വിളമ്പി എടുക്കുകയാണ് കേട്ടോ. അപ്പം ദിനുവിന് കൊടുത്തു വിടാനായിട്ട് ലഞ്ച് ബോക്സ് റെഡി ആക്കുകയാണ്. അപ്പം ഇന്ന് ചോറിന് കറി ക്യാബേജ് തോരനുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടിയും കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കാണെങ്കിൽ നമുക്ക് മീൻകറി, ഇന്നലത്തെ മീൻകറി, തലേന്ന് വെച്ച മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വീണ്ടും കഴുകി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോഴത്തേക്ക് ഒരുപാട് പാത്രം കഴുകേണ്ട ആവശ്യം നമുക്ക് വരില്ല. ഇപ്പോൾ ഈ ഒരു തവി തന്നെ നിങ്ങൾ നോക്കിയാൽ ചോറ് ഞാൻ ഇതേ തവി വെച്ചിട്ടാണ് വിളമ്പിയത്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം സാമ്പാറും അതേ തവി വെച്ചിട്ട് വിളമ്പിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അങ്ങനെ പാത്രങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ കുറവ് പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറവ് പാത്രങ്ങൾ നമുക്ക് കഴുകിയാൽ മതിയായിരിക്കും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് പാത്രങ്ങൾ എടുത്ത് നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രങ്ങളെല്ലാം
കഴുകേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സിനെയും കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് ജോലികൾ കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അത് കുട്ടികളാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ആരാണെങ്കിലും അവരെ കൊണ്ട് അവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ അത് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി ജോലികൾ തീർക്കാനായിട്ടും പറ്റും. പിന്നെ അതോർത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും സന്തോഷവും തോന്നും, അതുപോലെ തന്നെ നല്ലൊരു റിലീഫും തോന്നും. പിന്നെ ഹസ്ബൻഡും വൈഫും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും നമ്മുടെ ജോലികൾ ഡിവൈഡ് ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരാൾ തന്നെ എല്ലാ ജോലികളും ചെയ്തിട്ട് ഓഫീസിലും കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടുപേരും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അവരവരുടെ ജോലികൾ തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഒരു നന്നായിട്ടുള്ളൊരു കുടുംബജീവിതം പോകാനായിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. അപ്പം ദിനു വേസ്റ്റൊക്കെ കെട്ടി വെച്ചിട്ട് കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്തുവിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ഞാൻ റെഡിയാക്കുകയാണ്. ദോശ നേരത്തെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ സാമ്പാറും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിനകത്ത് ക്യാരറ്റും പൊട്ടറ്റോയും കൂടുതൽ വെച്ചാൽ അവളത് കഴിച്ചോളും. പിന്നെ അടുത്തത് ഞാൻ ഇന്ന് ഡാർക്ക് ഫാൻറ്റസിയുടെ ചോക്കോപ്പയാണ് കേട്ടോ കൊടുത്തുവിടുന്നത്. അപ്പോൾ അതും 3-4 കാഷ്യൂനട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂനട്ട് ഡെയിലി കൊടുത്തു വിടുന്നതാണ്. അപ്പോൾ കാഷ്യൂനട്ടും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാത്തുവിൻ്റെ ടിഫിൻ ബോക്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്തുവിനെ ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോണ്ടേ? ചുമ കുറഞ്ഞോ? മരുന്ന് കഴിക്കണ്ടേ? അപ്പൊ കുളിക്കുക. അങ്ങനെ പാത്തുവിനെ കൊണ്ടുപോയി സ്കൂളിലേക്ക് വിടാനായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. കൂടുതലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡിയാവുന്നത്. അപ്പോൾ ചൂടോടെ തന്നെ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുത്തു. അപ്പോൾ പാത്തുവിനും ദിനുവിനും ഉള്ളത് ചുട്ടെടുത്തു. ഞാൻ പിന്നെ ചൂടോടെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ പാത്തുവിന് ഞാൻ ദോശയും സാമ്പാറും എഗ് വൈറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാത്തു കഴിക്കുന്ന ആ സമയത്ത് തന്നെ ദിനുവും ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ദിനു ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. മറ്റേ 8:30 ആകുമ്പോഴത്തേക്കും ദിനു ഓഫീസിലേക്ക് പോകും. 9 മണിയാകുമ്പോഴത്തേക്കുമാണ് പാത്തുവിനെയും കൊണ്ട് ഞാൻ ഇറങ്ങാറ്. അപ്പോൾ ഇന്ന് ദിനു ലേറ്റ് ആയിട്ടായതുകൊണ്ട് നമ്മൾ ഒന്നിച്ചാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ പാത്തുവിനും വലിയ സന്തോഷമായി, ഇന്ന് അപ്പയും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പാത്തുവിനെയും കൊണ്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പാത്തുവിൻ്റെ ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പാത്തുവിൻ്റെ ബസ് വന്ന് പാത്തുവിനെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നടക്കാനായിട്ട് പോയി. ദിനു ഓഫീസിലേക്കും പോയി. ഇപ്പോൾ ഞാൻ മാക്സിമം എല്ലാ ദിവസവും നടക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ പാത്തുവിന് വയ്യാഴികയൊക്കെ ആയിട്ട് സ്കൂളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നടത്തൊന്നും ശരിയാകത്തില്ല കേട്ടോ. അവളെ സ്കൂളിൽ വിടുന്ന ദിവസങ്ങളിൽ നമുക്ക് നടക്കാനായിട്ട് പോകാനൊക്കെ ടൈം കിട്ടും. അവളെ വീട്ടിലിരുത്തിയിട്ട് എനിക്ക് തന്നെ നടക്കാനായിട്ട് പോകാനൊന്നും പറ്റാറില്ല. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ മാക്സിമം ഞാൻ നടക്കാനായിട്ട് പോകും. അപ്പോൾ ഞാൻ നടന്നിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എന്നിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പറയാനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ വേറെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് ആ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുക. അപ്പോൾ തന്നെ നമ്മുടെ വലിയ പാത്രങ്ങൾ കഴുകുന്ന ജോലികളും കുറയും. അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. ഒരുപാട് പാത്രങ്ങളൊക്കെ നിരന്ന് വൃത്തികേടാവില്ല. അപ്പം പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കിച്ചണൊക്കെ. അപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കും. അതുപോലെ തന്നെ റൂമാണെങ്കിലും ഹോളാണെങ്കിലും എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് നീറ്റാക്കി ഇടുക. അപ്പം ക്യുക്കായിട്ട് നമുക്ക് നീറ്റാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, തലേന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം എല്ലാം നിരന്ന് കിടക്കുന്നൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ആ ഒരു ക്ലീനിങ്ങിൻ്റെ ജോലിയൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീട്ടു ജോലികളും കുക്കിങ്ങും അങ്ങനത്തെ പണികളൊക്കെ ഒരുപാട് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.